നമസ്കാരം, രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാൻ ആദ്യം തന്നെ കുക്കർ എടുത്തിട്ട് അതിലേക്ക് 1/4 കിലോ 250 ഗ്രാം നുറുക്ക് ഗോതമ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും കുതിരരുത്, കഴുകി അപ്പം തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കഴുകി പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്നു പോയ പായസത്തിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം വെള്ളം ചേർക്കണ്ട. ഇനി തേങ്ങാപ്പാലും അതുപോലെ തന്നെ ശർക്കരപ്പാനിയൊക്കെ ചേർക്കാനുള്ളതാണ്. അങ്ങനെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുക്കറിന് അടപ്പിട്ടിട്ട് 1 വിസിൽ മാത്രം വേവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ വിസിൽ വരരുത്, കാരണം വെള്ളം കുറവാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അധികം വേവായാലും നന്നല്ല. കുക്കറിലല്ലാതെ സാധാ പാത്രത്തിലും വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പക്ഷേ എന്ത് വെച്ചാൽ നമുക്ക് തിളച്ചു പോയിന്നോ അല്ലെങ്കിൽ അത് വേവ് പാകല്ലാതെയോ അങ്ങനെയൊക്കെ ആവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പായസമാണ്. അപ്പോൾ 2ാം പാൽ ചേർത്തിട്ട് ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് അടി കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് പൊന്തി പോകുന്നവരെ ഒന്നും തിളക്കരുത്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ അത് നന്നായിട്ടൊന്ന് തള വന്നിട്ടുണ്ട് കേട്ടോ. ആ തള വന്ന സമയത്ത് ഞാൻ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 3 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഓരോരുത്തരെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 അച്ച് ശർക്കര എടുത്തിട്ടൊന്ന് പാനി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിക്കുന്ന സമയത്ത് നമ്മുടെ കരിമ്പിൻ്റെയൊക്കെ ഭാഗം അതൊക്കെ അതിൽ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മധുരം കൂടുതൽ വേണ്ടവർക്ക് 4 or 5 അച്ച് ശർക്കര ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ഗോതമ്പ് നുറുക്കാവുമ്പോൾ അത്യാവശ്യം മധുരം ഇത്ര മതി, അത് ഓവർ മധുരമായാൽ നന്നാവില്ല. അങ്ങനെ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തള വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അധികം ഒരു പണിയില്ല, പായസം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം 1ാം പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ 1ാം പാലും കൂടെ ഒഴിച്ചിട്ട് മാറ്റി വെച്ചിട്ട് അടിപൊളിയായിട്ട് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് മധുരമൊക്കെ നോക്കി, മധുരമൊക്കെ കറക്റ്റാണ്. ചില ശർക്കരകൾ 4 or 5 ഒക്കെ വേണ്ടി വരും. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു 2-3 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി അതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ഈ പായസത്തിൽ നമുക്ക് അണ്ടിപ്പരിപ്പിൻ്റെയോ അതുപോലെ ഉണക്കമുന്തിരിയുടെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ തേങ്ങാക്കൊത്താണ് ഈ ഒരു പായസത്തിന് ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ചെറിയ മുറി തേങ്ങാക്കൊത്ത് ഞാനിവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ തേങ്ങാക്കൊത്ത് ഏകദേശം ഒരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് പായസത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി പായസം റെഡിയാവാൻ വേണ്ടിയിട്ടുള്ള സമയം. ആർക്കും ഉണ്ടാക്കാം. പിന്നെ തേങ്ങാപ്പാൽ നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങ ചിരകി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് പെട്ടെന്നൊന്ന് ഒരു ഒറ്റ കറക്കിയിട്ട് എടുത്തിട്ട് പിഴിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ തേങ്ങാപ്പാൽ എടുക്കുന്ന കാര്യം സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പായസമാണ്. നമ്മൾ പ്രഥമനല്ലേ എന്ന് വിചാരിച്ചിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഗോതമ്പ് നുറുക്കാവുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അധികം വേവില്ല. അപ്പോൾ ഈ റെസിപ്പി വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്